കേരളം അങ്ങനെ വീണ്ടും ഒരു പാരഡി ദുരന്തത്തിലേക്ക് പോയിരിക്കുകയാണ്. പോറ്റിയെ കേറ്റിയെ എന്നൊക്കെ പറഞ്ഞ ഒരു പാവപ്പെട്ട ഒരു റഷീദ് ഒരു പാട്ടെഴുതി. അദ്ദേഹം അബ്ദുള്ള, റഷീദ് അല്ലല്ല അബ്ദുള്ള, അദ്ദേഹം ഖത്തറിലെ മറ്റൊരുന്നാണ് പാട്ടെഴുതിയത്. അദ്ദേഹം ധാരാളമായി കോൺഗ്രസിന് വേണ്ടി UDF കോൺഗ്രസിന് വേണ്ടി ധാരാളം പാരഡി പാട്ട് എഴുതുന്ന ആളാണ്. പക്ഷേ ഈ എഴുതിയ പാട്ടിൽ അയ്യപ്പ സ്വാമി എന്നൊക്കെ കയറി വന്നതുകൊണ്ട് പുള്ളിക്ക് ആ പാട്ടാണെങ്കിലോ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പാടിയൊരു പാട്ടാണ്. CPM ഒഴിച്ച്, ഇടതുപക്ഷക്കാരൊഴിച്ച് ബാക്കി മുഴുവൻ BJPക്കാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും കേരള കോൺഗ്രസ് എല്ലാവരും മനസ്സിലും തത്തിക്കളിച്ച ഒരു മനോഹരമായ പാട്ടാണ്. പക്ഷെ ആ പാട്ടിന് ഒരുപാട് അർത്ഥമുണ്ട് കേട്ടോ. ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഗവൺമെന്റിനെതിരെ ആരെങ്കിലും വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ എല്ലാവരും കൂടെ വോട്ട് ചെയ്യും. അത്രത്തെ വലിയ പാട്ടാണ്. പക്ഷെ എഴുതി കഴിഞ്ഞാൽ അത് സംഭവമല്ല. ഇലക്ഷൻ കഴിഞ്ഞു, ഇടതുപക്ഷ മുന്നണി തോറ്റു. ജയിച്ചിരുന്നെങ്കിൽ ഇത്രയും വിവാദമാവില്ലായിരുന്നു. തോറ്റെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു തിരുവാഭരണ സംരക്ഷണ പാത സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞ ഒരു പ്രസാദ് കൊണ്ട് കേസ് കൊടുത്തു. അവസാനം അത് CPM അതിനകത്ത് കൊണ്ട് തലവച്ചു. ഇപ്പോൾ ആ പാട്ട് നിരോധിക്കണമെന്നുള്ള നിലയിൽ മെറ്റയ്ക്ക് കത്തയച്ചിരിക്കുന്നു. മെറ്റ യൂട്യൂബിൽ പരിശോധിക്കും. സ്വാഭാവികമായിട്ട് അത് മതവികാരം എണ്ണപ്പെടുമെന്ന് പറഞ്ഞാൽ സൈബർ സെല്ലിൽ നിന്ന് പോണതുകൊണ്ട് മെറ്റ അത് നിരോധിക്കും. അത് ആരൊക്കെയുണ്ട് അവരോടെല്ലാം പറയും, അത് പിൻവലിക്കാൻ പറയും. വലിയ പ്രശ്നമാണ് വരാൻ കിടക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ CPM എന്താ പറയുക, ചൊറിയണം കൊണ്ട് ചൊറഞ്ഞതുപോലെ ഇരിക്കും. ഇനി തൈര് കൊണ്ട് പോലും അത് രക്ഷിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ. സാധാരണ ചൊറിയണം കൊണ്ട് ചൊറഞ്ഞാൽ അല്ലെങ്കിൽ ചൊറിയണത്തിൽ വീണുപോയാൽ തൈര് ഒഴിച്ചാൽ രക്ഷപ്പെടാം. ഇതിപ്പോൾ തൈരല്ല, സാക്ഷാൽ ഗോമാതാവ് ഇറങ്ങിയാൽ രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുഴിയിലാണ് ചെന്ന് CPM പെട്ടിരിക്കുന്നത്. കാരണം ഈ പാട്ട് സൈബർ സെല്ലിനോട് പറഞ്ഞ് യൂട്യൂബിൽ നിരോധിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിരോധിക്കാം. പക്ഷെ ജനങ്ങൾ പാടിയാൽ എന്ത് ചെയ്യും? ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താനം പറഞ്ഞിരിക്കുന്നത് കേരളം മുഴുക്കത് പാടുമെന്നാണ്. എല്ലാ ബൂത്തിലും ഈ പാട്ട് മൈക്കിലിട്ട് പാട്ട് പാടിയ കേസെടുക്കാൻ പറ്റും. ഇനി മൈക്കിലിട്ട് പാടിയ കേസെടുക്കണ പോട്ടെ, ജനങ്ങൾ പാടിക്കൊണ്ടുപോയ നാമജപ ഘോഷയാത്ര പോലെ ജനങ്ങൾ ഭക്തി എത്ര പേരെ പിടിച്ച് അകത്തിടും? ഇത് വലിയൊരു തലവേദനയിലല്ലേ CPM കൊണ്ട് തല വെച്ചിരിക്കുന്നത്. ആരാണ് ഈ ബുദ്ധി ഉപദേശിക്കുന്നത് CPM-നെയൊക്കെ? ചില കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യും. രാജീവ് അബ്രഹാമൊക്കെ എന്തൊരു മന്ദബുദ്ധിയാണോ നിങ്ങൾ CPM-ന്? നിങ്ങൾ അല്ലെങ്കിലേ ഒരു മന്ദബുദ്ധി പ്രയോഗമാണ് നടത്തുന്നു തോന്നുന്നു. എന്താണ് രാജീവ് അബ്രഹാമൊക്കെ തിരിച്ചിരിക്കുന്നത്? ഇത് വിശ്വാസത്തിൽ തൊട്ട കൈ പൊള്ളൂല്ലേ രാജീവ് അബ്രഹാം? ഇതൊക്കെ ഇഗ്നോർ ചെയ്യല്ലേ വേണ്ടത്? വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരമാവധി അഭിപ്രായം പറയാതിരിക്കുക. അതൊരു പാരഡി ഗാനമാണ്, അത് എഴുതിയാൽ എന്താണെന്നൊക്കെ പറഞ്ഞ് അതിനെ കളയുന്നതിന് പകരം അതിനെ ചാനലുകളിലെല്ലാം ബൈറ്റ് കൊടുത്ത് വേണ്ട ബഹളം ഉണ്ടാക്കി കനകദുർഗയും അമ്മിണിയും കയറ്റിയ നിങ്ങൾ അതിനേക്കാൾ വലിയ BJPയേക്കാൾ കോൺഗ്രസ്സുകാരേക്കാൾ വലിയ വിശ്വാസം, RSS സംഘപരിവാറിനേക്കാൾ വലിയ വിശ്വാസികളായിട്ടൊക്കെ വന്ന് വേണ്ട ബഹളം ഉണ്ടാക്കി. ഇപ്പോൾ ആ പാട്ട് എന്ത് പറ്റി? അത് മാത്രമല്ല, ഒരുപാട് പാരഡി ഗാനങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. നീ അബ്ദുള്ളയുടെ വകയിൽ ഇറങ്ങുന്ന എല്ലാ പാരഡി ഗാനങ്ങൾക്കും വലിയ സ്വീകാര്യത കിട്ടും. അബ്ദുള്ളയ്ക്ക് കേരളത്തിൽ ചിലപ്പോൾ സ്വീകരണം കൊടുക്കും. അബ്ദുള്ള താരമായി ഇനി 100 കണക്കിന് പാട്ടുകൾ വരാനിരിക്കുന്നു. ഒരു കാര്യമില്ല, ആരും കാണാതെ പോകുന്ന പെണ്ണിനെ നാട്ടിൽ ഘോഷയാത്ര നടത്തിയെന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അതുപോലെയായി ഇപ്പോൾ CPM-ന് ഇതിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിടാതെ എല്ലായിടത്തും വാരി തേച്ചൊരു കഥ. ഒരു പഴയ നമ്മുടെ ഒരു പഞ്ചാബി സേട്ടിൻ്റെ കഥയുണ്ട്. അദ്ദേഹം ബാത്റൂമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ബെഡ്റൂമിൽ 1ഉം 2ഉം ഒക്കെ പോയതിനു ശേഷം അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഫാൻ ഇട്ടെന്നും ആ ഫാനിൻ്റെ ഫലമായി അത് എല്ലായിടത്തും ചെവരിലും എല്ലായിടത്തും തെറിച്ചെന്നും പിന്നെ അത് അവസാനം വെള്ളം കൊണ്ടുവന്ന് പമ്പ് ചെയ്തപ്പോൾ ലോകം മുഴുക്ക അത് ഒഴുകി അടുത്ത മുറിയിൽ പോയെന്ന് പറഞ്ഞ് കുറേ കഥയുണ്ട്. അത് അറിയാമെന്നുള്ള CPM-കാർക്കും എല്ലാവർക്കും കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും കഥ അറിയാം. അത് ഇതിനകത്ത് പറയുന്നത് ശരിയല്ല. അതുപോലെ ഒരു പഞ്ചാബി സേട്ടിൻ്റെ കഥ പോലെയായി ഈ കഥ എന്ന് പറയേണ്ടി വരുന്നു. എന്തായാലും കൊള്ളാം. പാരഡി ഗാനം, ഈരടി ഗാനം നല്ല രസകരവും മനോഹരവുമായി CPM-ന്റെ ഉറക്കം കെടുത്തുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്.